ഹലോ എവ്രി വൺ, വെൽക്കം ടു ഹൈബ്രിഡ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നമ്മുടെ +1 പഠിക്കുന്ന മാത്സ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കും എക്സാമൊക്കെ അടുത്തിരിക്കുകയാണ്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷന് ഒരു ഹെൽപ്പ് എന്ന നിലയിലാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ഏത് രീതിയിൽ പ്രിപ്പയർ ചെയ്യണം, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏത് രീതിയിൽ നിങ്ങളുടെ സ്ട്രാറ്റജി മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ +1 കുറച്ച് അധികം ചാപ്റ്റേഴ്സ് നമുക്ക് ഈസിയാണ്. പിന്നെ കുറച്ചൊക്കെ ഒരു കാൽക്കുലസിൻ്റെ പോർഷനൊക്കെ വരുന്നത് മോഡറേറ്റ് ലെവലിലുള്ള ചാപ്റ്റേഴ്സാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സെറ്റ്സ്, റിലേഷൻ, ഫങ്ഷൻസ്, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രോബബിലിറ്റി, പെർമ്യൂട്ടേഷൻ, കോമ്പിനേഷൻ, കോംപ്ലക്സ് നമ്പേഴ്സ്, ഇങ്ങനെയുള്ള ചാപ്റ്റേഴ്സൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സാണ്. അപ്പോൾ നമുക്ക് ഈ ഓരോ ചാപ്റ്ററിലും നമ്മൾ എന്താണ് നമ്മൾ മസ്റ്റായിട്ടും പഠിച്ചിരിക്കേണ്ടത്, എക്സാമിന് നമ്മൾ സ്കിപ്പ് ചെയ്യാതെ പഠിക്കേണ്ടത് എന്തൊക്കെയാണ് എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് സെറ്റാണ്. അപ്പോൾ സെറ്റ് കമ്പാരിറ്റീവ്ലി വളരെ ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ സെറ്റ് എന്താണെന്ന് നമുക്കറിയാമല്ലോ. സെറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഫൈനൈറ്റ് കളക്ഷൻ ഓഫ് എലമെൻസിനെയാണ് നമുക്ക് എന്ത് പറയാം, സെറ്റ് എന്ന് പറയാം. കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് ആയിരിക്കണം. പിന്നെ ആ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഒരു സ്പെസിഫിക് എലമെൻറ്റ്സ് ആയിരിക്കണം. അതായത് ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് എലമെൻറ്റ്സിനെയാണ് നമുക്ക് സെറ്റ് എന്ന് പറയാൻ പറ്റുക. അതുപോലെ തന്നെ സെറ്റിൻ്റെ 2 റെപ്രസെൻറ്റേഷൻ നമ്മൾ പറയുന്നുണ്ട് അല്ലേ. ഒന്നെന്ന് പറയുന്നത് റോസ്റ്റർ ഫോമും സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സെറ്റ് ബിൽഡർ ഫോം. റോസ്റ്ററും സെറ്റ് ബിൽഡറും. അപ്പോൾ ഈ 2 ഫോം, അതായത് നമ്മൾ ഒരു കേളി ബ്രേസസിൻ്റെ അണ്ടറിൽ എലമെൻസിനെ കോമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, റോസ്റ്റർ ഫോം എന്നും. സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എഴുതുന്നതിനാണ്. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു, അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു x+2. ഇങ്ങനെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് എഴുതുന്നതിനാണ് സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 ടൈപ്പ് റെപ്രസെൻറ്റേഷനും പഠിക്കുക. കാരണം ഇത് നമുക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. റോസ്റ്റർ ഫോമിൽ ഇങ്ങനെയാണെങ്കിൽ അതിൻ്റെ സെറ്റ് ബിൽഡർ ഫോം എഴുതാൻ, അല്ലെങ്കിൽ സെറ്റ് ബിൽഡർ ഫോമിൽ തന്നിട്ട് റോസ്റ്റർ ഫോമിലോട്ട് എഴുതാനായിട്ട്. അപ്പോൾ ഈ ഒരു കൺവേർഷൻ പഠിച്ചിരിക്കുക. പിന്നെ വരുന്നതാണ് ടൈപ്സ് ഓഫ് സെറ്റ്സ്. എന്താണ് ഈക്വൽ സെറ്റ്സ്, എന്താണ് ഫൈനൈറ്റ് സെറ്റ്, എന്താണ് ഇൻഫൈനൈറ്റ് സെറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ടൈപ്പ് ഓഫ് സെറ്റ്സിനകത്ത് പഠിക്കേണ്ടത്. പിന്നെ വരുന്നത് സബ്സെറ്റ്. സബ്സെറ്റ് അറിയാമല്ലോ. ഒരു എ എന്ന് പറയുന്ന സെറ്റ് ഉണ്ടെന്ന് വയ്ക്കുക, ബി എന്ന് പറഞ്ഞാൽ വേറൊരു സെറ്റ് ഉണ്ട്. ബിയിലുള്ള എല്ലാ എലമെൻസും നമുക്ക് എയിലുണ്ടെങ്കിൽ ബി എയുടെ സബ്സെറ്റ് ആണെന്ന് പറയും. ഓക്കെ, അപ്പോൾ സബ്സെറ്റിൻ്റെ കോൺസെപ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ പവർ സെറ്റ്. പവർ സെറ്റ് അറിയാമല്ലോ. സബ്സെറ്റ്, എല്ലാ സബ്സെറ്റുകളെയും നമ്മൾ ഒരു സെറ്റിനകത്ത് എഴുതി കഴിഞ്ഞാൽ, ഒരു സെറ്റിൻ്റെ എല്ലാ സബ്സെറ്റുകളെയും നമ്മൾ വേറൊരു സെറ്റിനകത്ത് എഴുതി കഴിഞ്ഞാൽ ആ സെറ്റിന് നമുക്ക് എന്ത് പറയാം, പവർ സെറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ പവർ സെറ്റിനകത്തുള്ള എലമെൻസിൻ്റെ എണ്ണം കാണാനുള്ള ഒരു ഫോമിലേക്ക് ഉണ്ടായിരുന്നു. അത് ഒരു സെറ്റിനകത്ത് n എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ പവർ സെറ്റിനകത്ത് എത്ര എലമെൻറ്റ്സ് കാണും, 2n എലമെൻറ്റ്സ് കാണും. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊന്ന് പഠിക്കാം. പിന്നെ വരുന്നത് വെൻ ഡയഗ്രം ബേസ്ഡ്. അതായത് വെൻ ഡയഗ്രത്തിൽ നമ്മൾ എങ്ങനെയാണ്, വെൻ ഡയഗ്രം അറിയാമല്ലോ. വെൻ ഡയഗ്രത്തിൽ എയും ബിയും 2 സെറ്റുകൾ തന്നിരുന്നാൽ എ ഇൻ്റർസെക്ഷൻ ബി റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ ഒരു പോർഷനാണ്. എ യൂണിയൻ ബി ആണെങ്കിലോ ഇത് എ ഇൻ്റർസെക്ഷൻ ബി. എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ ഇത് ഹോൾ പോർഷൻ വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള റെപ്രസെൻറ്റേഷൻസ് പഠിക്കുക, എ യൂണിയൻ ബി. ഓക്കെ, പിന്നെ അതിന് മുന്നേ നമുക്ക് സെറ്റ് ഓപ്പറേഷൻസ് ഉണ്ട്. യൂണിയൻ എന്താണ്, ഇൻ്റർസെക്ഷൻ എന്താണ്. യൂണിയൻ എന്ന് പറയുമ്പോൾ 2 സെറ്റുകളെ തമ്മിൽ കമ്പൈൻ ചെയ്ത് എഴുതാം. റിപ്പീറ്റ് ആയിട്ടുള്ള എലമെൻസിനെ ഒരു പ്രാവശ്യം എഴുതുന്നു, അതാണ് യൂണിയൻ. അതുപോലെ തന്നെ ഇൻ്റർസെക്ഷൻ വരുന്നുണ്ട്. ഇൻ്റർസെക്ഷൻ ആകുമ്പോൾ സെറ്റിനകത്ത് കോമൺ ആയിട്ടുള്ള എലമെൻസിനെ എഴുതുന്നു. അതുപോലെ തന്നെ ഡിഫറൻസ്, എ മൈനസ് ബി എന്ന് പറയുമ്പോൾ സെറ്റ് ഡിഫറൻസ്. എ മൈനസ് ബി എന്ന് പറയുമ്പോൾ സെറ്റ് എയിലുള്ള എലമെൻറ്റ്സ് എന്നാൽ അത് ബിയിൽ ഉണ്ടാവാൻ പാടില്ല, അങ്ങനെയുള്ളതാണ് എ ഡിഫറൻസ് ബി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സെറ്റ് ഓപ്പറേഷൻസ് ഉണ്ട്. അത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. വെൻ ഡയഗ്രാം വെച്ചിട്ടുള്ള റെപ്രസെൻറ്റേഷൻ പഠിക്കുക. പിന്നെ യൂണിയനും ഇൻ്റർസെക്ഷനും വെച്ചിട്ടുള്ള പ്രോബ്ലംസ് വരാറുണ്ട്. അതിന് നമുക്കൊരു ഫോർമുല ഉണ്ടായിരുന്നു. എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി, അല്ലെങ്കിൽ എൻ ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അപ്പോൾ ഈ ഫോർമുല ബേസ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് പ്രോബ്ലം ചോദിക്കും ഈ ഒരു സെക്ഷനിൽ. ഓക്കെ, അപ്പം ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു സെക്ഷനാണ്. വളരെ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല.
ഓക്കെ, സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ. നെക്സ്റ്റ് വരുന്നത് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററും ഈസിയാണ്, നമുക്ക് വലിയ കോംപ്ലിക്കേഷൻ ഒന്നും വരാത്തൊരു ചാപ്റ്ററാണ്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് കാർട്ടീഷ്യൻ ഫോം ഓഫ് സെറ്റാണ്, കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. ഇപ്പോൾ രണ്ട് സെറ്റ് എയും ബിയും തന്നിരുന്നാൽ, രണ്ട് സെറ്റാണ് എയും ബിയും രണ്ട് സെറ്റ്, ഇതിൻ്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യും? എ ക്രോസ് ബി എന്ന് ഡിനോട്ട് ചെയ്യും അല്ലേ. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാ കോമ്പിനേഷൻസും നമ്മൾ ഓർഡേർഡ് പെയർ ആയിട്ട് എഴുതുന്നതിനാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയും. 1A 1B 2A 2B 3A 3B. ഓക്കെ, അപ്പോൾ വേറെ പോസിബിലിറ്റീസ് ഒന്നുമില്ലല്ലോ, വേറെ ഒരു പോസിബിലിറ്റീസും ഇല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കാർട്ടീഷ്യൻ ഫോം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എയിലെ എം എലമെൻസും ബിയിലെ എൻ എലമെൻസും ഉണ്ടെങ്കിൽ കാർട്ടീഷ്യനിൽ എത്ര എലമെൻറ്റ്സ് കാണും? എ ക്രോസ് ബിയിൽ നമുക്ക് എം ഇൻറ്റു എൻ എലമെൻറ്റ്സ് കാണും. കണ്ടോ, ഇവിടെ നമുക്ക് 3 എലമെൻറ്റ്സ്, ഇവിടെ 2 എലമെൻറ്റ്സ്. അപ്പം 3 × 2 6 എലമെൻറ്റ്സ് വരണം ഇവിടെ. 2 3 4 5 6. ഓക്കെ, അപ്പോൾ ഈ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് പഠിച്ചിരിക്കാം. പിന്നെ വരുന്നത് റിലേഷൻ എന്താണെന്നാണ്. ഓക്കെ, റിലേഷൻ എന്താണെന്ന് പഠിക്കുക. അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അത് പഠിക്കുക. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫങ്ഷൻസ്, അതിൻ്റെ ഡൊമൈൻ എന്താണ്, റേഞ്ച് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുക. ഡൊമൈൻ, റേഞ്ച്, കോഡൊമൈൻ, ഈ ടേംസ് നിങ്ങൾ പഠിക്കുക. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഗ്രാഫ് തന്നിട്ടുണ്ട് അല്ലേ. മോഡുലസ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇതാണ്, ഇങ്ങനെ പോകുന്ന വി ഷേപ്പ് ഗ്രാഫ് മോഡുലസ് ഫംഗ്ഷൻ്റെ ഗ്രാഫാണ്, മോഡെക്സിൻ്റെ ഗ്രാഫാണിത്. അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രാഫുകൾ പഠിക്കാം. പിന്നെ സ്റ്റെപ്പ് ഫംഗ്ഷൻ, ഇങ്ങനെ പോകും സ്റ്റെപ്പ് ഫംഗ്ഷൻ. അതുപോലെ സിഗ്നം ഫംഗ്ഷൻ, അങ്ങനെയുള്ള 1-2 ഗ്രാഫുകൾ നമ്മൾ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഗ്രാഫുകൾ പഠിക്കുക. ഓക്കെ, ആ ഫംഗ്ഷനും അതിൻ്റെ ഡൊമൈനും റേഞ്ചും പഠിക്കുക. നെക്സ്റ്റ് ടോപ്പിക്കാണ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കേണ്ടത് ഡിഗ്രി റേഡിയൻ കൺവേർഷനാണ്. ഡിഗ്രി റേഡിയൻ കൺവേർഷൻ, ഒരു മെഷർമെൻറ്റ് അല്ലെങ്കിൽ ഒരു ആംഗിളിൻ്റെ മെഷർമെൻറ്റ് ഡിഗ്രിയിൽ തന്നിരുന്നാൽ അതിനെ റേഡിയൻ ആക്കാൻ എന്ത് ചെയ്യണമെന്നും, റേഡിയനിൽ തന്നിട്ട് ഡിഗ്രിയിലോട്ടാക്കാൻ എന്ത് ചെയ്യണമെന്നും പഠിക്കാം. ഇപ്പോൾ ഡിഗ്രി റേഡിയനിലോട്ടാക്കാൻ എന്ത് ചെയ്യണം? ഡിഗ്രിയെ റേഡിയനിലോട്ടാക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഡിഗ്രി റേഡിയനിലോട്ടാക്കാൻ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. റേഡിയനെ ഡിഗ്രിയിലോട്ടാക്കാൻ എന്ത് ചെയ്യണം? തിരിച്ചാണെങ്കിലോ, റേഡിയനെ ഡിഗ്രിയിലോട്ടാക്കാൻ 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഡിഗ്രി ടു റേഡിയൻ കൺവേർഷൻ പഠിച്ചിരിക്കുക. പിന്നെ നമ്മൾ പഠിക്കേണ്ടതാണ്, ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കേണ്ടതാണ് നമ്മുടെ ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ഏതൊക്കെയാണ്? സൈൻ, കോസ്, ടാൻ അല്ലേ. പിന്നെന്താ? കൊസീക്ക്, സീക്ക്, കോട്ട്. ഈ 6 ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഡെഫിനിഷൻ അല്ലെങ്കിൽ ഫോർമുല എന്താണെന്നുള്ളത്. സൈൻ എന്ന് പറയുമ്പോൾ എന്താ? അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടനസ്. കോസ് എന്താണ്? സൈൻ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്. കോസ് ആണ് അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടനസ്. ടാൻ ആണെങ്കിലോ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. കൊസീക്ക് ആണെങ്കിൽ നേരെ സൈനിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. സൈൻ്റെ റെസിപ്രോക്കൽ ഹൈപ്പോട്ടനസ് ബൈ ഓപ്പോസിറ്റ്. സീക്ക് എന്ന് പറയുമ്പോൾ കോസിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. അപ്പോൾ ഹൈപ്പോട്ടനസ് ബൈ അഡ്ജസൻറ്റ്. കോട്ട് എന്ന് പറയുന്നത് ടാനിൻ്റെ റെസിപ്രോക്കലാണ്. അപ്പോൾ എന്താ വരിക? അഡ്ജസൻറ്റ് ബൈ ഓപ്പോസിറ്റ്. അപ്പോൾ ഈ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് എല്ലാം പഠിക്കാം. അതുപോലെ തന്നെ നമുക്ക് ക്വാഡ്രൻറ്റ് വൈസ് നമ്മൾ പഠിക്കണം. ക്വാഡ്രൻറ്റിൽ 0, ഇത് π/2, ഇത് π, ഇത് 3π/2. ഓക്കെ, അപ്പോൾ ഇനി ഈ ഇത് ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, ഇത് സെക്കൻഡ് ക്വാഡ്രൻറ്റ്, ഇത് തേർഡ് ക്വാഡ്രൻറ്റ്, ഇത് ഫോർത്ത് ക്വാഡ്രൻറ്റ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഏതൊക്കെ വാല്യൂസ് ആണ് പോസിറ്റീവ്? ഓൾ പോസിറ്റീവ് ആണ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഓൾ ട്രിഗണോമെട്രിക് വാല്യൂസ് ആർ പോസിറ്റീവ്.
സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈനും കൊസീക്കും പോസിറ്റീവാണ്. തേർഡ് ക്വാഡ്രൻറ്റിൽ ടാനും കോട്ടും പോസിറ്റീവാണ്. ഫോർത്ത് ക്വാഡ്രൻറ്റിൽ കോസും സീക്കും പോസിറ്റീവാണ്. അപ്പോൾ ഈ ക്വാഡ്രൻറ്റ് വൈസ് കാൽക്കുലേഷൻ, ക്വാഡ്രൻറ്റ് വൈസ് ഉള്ള ഈ ഒരു പഠിച്ചിരിക്കുക, ഈ ഒരു ഇക്വേഷൻ പഠിച്ചിരിക്കുക. ഓക്കെ, പിന്നെ നമുക്ക് ഇതിനെ ബേസ് ചെയ്ത് നമ്മൾ കുറച്ച് വാല്യൂസ് പറയുന്നുണ്ട്. സൈൻ π/2 അല്ലെങ്കിൽ സൈൻ 30 മീൻസ് π/6, സൈൻ π/3, സൈൻ π/2. ഓക്കെ, അങ്ങനെ സൈൻ 0, സൈൻ 0 സൈൻ π/2 വന്നിട്ട് 1. ഓക്കെ, സൈൻ π/3 എന്ന് പറയുമ്പോൾ സൈൻ 60. നമ്മൾ ട്രയാങ്കിളൊക്കെ വരച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഇത് ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റാത്തവർക്ക് ട്രയാങ്കിൾ വരച്ചിട്ട് നമുക്ക് ട്രിഗണോമെട്രി നമ്മുടെ 10th പഠിച്ചിട്ടുള്ള ആ ഒരു മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ വാല്യൂസ് ബൈ ഹാർട്ട് ചെയ്യാതെ തന്നെ, ബൈ ഹാർട്ട് ചെയ്യുന്നത് അത്രയും നല്ലത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂസ് എല്ലാം അതുപോലെ തന്നെ കോസ് π/6, കോസ് π/3, കോസ് π/2 എന്താണ് സൈൻ, ഇനി ഒരു വാല്യൂ കൂടെ ഉണ്ട് സൈൻ π/4. ഇത്രയും വാല്യൂസാണ് മെയിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, എല്ലാത്തിൻ്റെയും സൈനിൻ്റെയും കോസിൻ്റെയും ടാനിൻ്റെയും ഇത്രയും വാല്യൂസ് അറ്റ്ലീസ്റ്റ് നമ്മൾ ഓർത്തിരിക്കാം. പിന്നെ നമുക്ക് ഇതിനകത്ത് ഒരുപാട് പ്രോപ്പർട്ടീസും ഫോർമുലാസും പഠിക്കാനുണ്ട്. വലിയൊരു ചാപ്റ്ററാണ് ഈ ട്രിഗണോമെട്രി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറേ ഫോർമുലാസ് പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങളത് എഴുതി പഠിക്കുക. ഓക്കെ, പിന്നെ സൈനിനകത്ത് നമുക്കറിയാം സൈൻ ഒരു ഈവൻ ഫംഗ്ഷൻ, സൈൻ ഒരു ഓഡ് ഫംഗ്ഷനാണ്. ഓഡ് ഫംഗ്ഷൻ ആയത് കാരണം തന്നെ സൈനിനകത്ത് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ആ നെഗറ്റീവ് നമുക്ക് പുറത്ത് വരും, മൈനസ് സൈൻ എക്സ് എന്നാവും. ഇതെന്തുകൊണ്ടാണ്? സൈൻ ഒരു ഓഡ് ഫംഗ്ഷനാണ്. അതുപോലെ കോസ് ആണെങ്കിലോ, കോസ് ഈവൻ ഫംഗ്ഷനാണ്. കോസിനകത്ത് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ആ നെഗറ്റീവ് അങ്ങ് കളയും. കോസ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നതും കോസ് എക്സ് എന്ന് പറയുന്നതും സെയിം ആണ്. അപ്പോൾ ഇത് ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള നമുക്ക് കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഫോർമുലാസും കുറച്ച് പ്രോപ്പർട്ടീസും ഈ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ നിന്ന് പ്രോബ്ലംസ് വരിക. അപ്പോൾ നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ചാപ്റ്ററാണ്. ഓക്കെ, കോംപ്ലക്സ് നമ്പേഴ്സ് ഈസി ആയിട്ടുള്ളൊരു സെക്ഷനാണ്. അതായത് നമുക്ക് എന്താണ് കോംപ്ലക്സ് നമ്പർ എന്നും എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ കോംപ്ലക്സ് നമ്പർ യൂസ് ചെയ്തതെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. ടെക്സ്റ്റിലൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട്, നിങ്ങളത് വായിച്ചു നോക്കുക. കോംപ്ലക്സ് നമ്പറിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ടത് ഇൻ്റഗ്രൽ പവേഴ്സ് ഓഫ് ഐ, ഇൻ്റഗ്രൽ പവേഴ്സ് പഠിക്കണം ഐ. ഓക്കെ, അതായത് നമുക്കറിയാം ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് √(-1) ആണ്. അപ്പോൾ ഐ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വരും? √(-1) × √(-1). അപ്പോൾ എന്ത് വരും? -1 ആണ് ഐയുടെ സ്ക്വയറിൻ്റെ വാല്യൂ. i³ എന്ന് പറയുന്നത് -i ആണ്. i³ വാല്യൂ -i എന്ന് വരും. i⁴ വാല്യൂ 1 ആണ്. ഓക്കെ, അപ്പോൾ ഈ അറ്റ്ലീസ്റ്റ് ഈ 4 പവേഴ്സ് പഠിച്ചിരിക്കുക. 4 പവേഴ്സ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. ഇതിനെ ബേസ് ചെയ്ത് ഐക്ക് നമ്മൾ ഏതൊരു നമ്പർ കൊടുത്താലും, ഇപ്പോൾ i⁵53 എത്രയാണെന്ന് ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാനായിട്ട് പറ്റും. 53നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 53നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? റിമൈൻഡർ എത്ര വരും എന്ന് നോക്കാം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരും അല്ലേ? റിമൈൻഡർ 1 വരും. അപ്പോൾ ആ റിമൈൻഡറിനെ പവറായിട്ട് എഴുതാം. i⁻1 എന്ന് പറയുന്നത് i ആണ്. സോ ഇതിൻ്റെ ആൻസർ i എന്ന് കിട്ടും. അപ്പോൾ ഇതുപോലുള്ള ടൈപ്പ് ഇൻ്റഗ്രൽ പവേഴ്സ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾജിബ്ര ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. ഓൾജിബ്രയ്ക്കകത്ത് നമുക്ക് അഡീഷൻ പഠിക്കണം. അഡീഷൻ, 2 കോംപ്ലക്സ് നമ്പേഴ്സ് നമ്മൾ എങ്ങനെ ആഡ് ചെയ്യും. സബ്ട്രാക്ഷൻ പഠിക്കണം. സബ്ട്രാക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാം. പിന്നെ മോഡുലസ് എങ്ങനെ കണ്ടുപിടിക്കും, മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. പിന്നെ വരുന്നത് എന്താണ്? മോഡുലസും പിന്നെ വരുന്നത് കോഞ്ചുഗേറ്റ്. കോഞ്ചുഗേറ്റ് എന്താണ്? ഓക്കെ, മോഡുലസ് കാണാൻ എന്ത് ചെയ്യണം? മോഡുലസ് ഓഫ് z = √(a² + b²). അതായത് നമ്മുടെ കോംപ്ലക്സ് നമ്പർ a+ib ഫോമിലാണെങ്കിൽ നമ്മൾ ഈ രീതിയിലാണ് മോഡുലസ് കാണുക. കോഞ്ചുഗേറ്റ് ആണെങ്കിലോ z ബാർ ഇങ്ങനെ ഡിനോട്ട് ചെയ്യുക a - ib. അതായത്
ഇമാജിനറി പാർട്ടിൻ്റെ സൈനിനെ ഒന്ന് നെഗറ്റീവ് ആക്കി കൊടുക്കുക. പ്ലസ് ആണെങ്കിൽ മൈനസ് ആക്കുക, മൈനസ് ആണെങ്കിൽ പ്ലസ് ആക്കുക. അതാണ് നമ്മുടെ കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഓൾജിബ്ര സെക്ഷനിൽ വരുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്നത് ഇൻ്റഗ്രൽ പവേഴ്സ് ഓഫ് ഐ, നേരത്തെ പറഞ്ഞ കാര്യം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന ചാപ്റ്ററിൽ നമ്മൾ സ്കിപ്പ് ചെയ്യാതെ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി അടുത്ത ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഇൻഇക്വാളിറ്റീസ് ആണ്. ഇത് കുറച്ച് ഷോർട്ടായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇക്വേഷൻസ്, ഇൻഇക്വാളിറ്റീസ് തന്നിട്ട് അതിനെ സോൾവ് ചെയ്യാൻ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അപ്പോൾ ഇങ്ങനെ തന്നിട്ടുണ്ടായിരിക്കും ഈ ഇൻഇക്വാളിറ്റീനെ സോൾവ് ചെയ്യാനുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എക്സിൻ്റെ ടേമിനെല്ലാം ഇപ്പുറത്ത് കൊണ്ടുവരാം. 5x - 4x -2 ഈ -3 ഇങ്ങനെ വരും. ഓക്കെ, 5x - 4x നമ്മൾ x ലെസ് ദാൻ -5 എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കുക, ഇവിടെ മൈനസിന് ഇപ്പോൾ ഇങ്ങനെയാണ് വന്നിരുന്നതെന്ന് വെച്ചോ, -x = 5 ഇങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ എങ്കിൽ ഈ നമ്മൾ ഇൻഇക്വാളിറ്റി സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു കാര്യം മാത്രം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഈ നെഗറ്റീവിനെ നമുക്ക് കളയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ, മൾട്ടിപ്ലൈയിങ് ബൈ -1. അപ്പോൾ -1 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x ആവും. ഈ സിമ്പൽ കണ്ടോ, ഇവിടെ ലെസ് ദാൻ എന്ന് പറഞ്ഞ സിമ്പൽ ഇവിടെ ഗ്രേറ്റർ ദാൻ ആവും, ഗ്രേറ്റർ ദാൻ -5 ഇങ്ങനെ ആവും. അപ്പോൾ ഈ സൈൻ റിവേഴ്സ് തിരിഞ്ഞ് വരും എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻഇക്വാളിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം. നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് പഠിക്കേണ്ടത് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് എന്നാണ്. ഓക്കെ, അപ്പോൾ അതായത് ഇപ്പോൾ നമുക്ക് എ എന്ന് പറയുന്ന സിറ്റിയിൽ നിന്നും ബി എന്ന് പറയുന്ന സിറ്റിയിലോട്ട് പോകണം. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് ഒന്നുകിൽ ഈ റൂട്ട് പോവാം, അതായത് ഇവിടെ വേറൊരു എക്സാമ്പിൾ ബൈ റോഡ് പോവാം. ഓക്കെ, പിന്നെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ബൈ എയർ വഴി, എയർ മാർഗം നമുക്ക് എയിൽ നിന്ന് ബിയിലോട്ട് പോവാം. വേറൊന്നും തന്നെ ട്രെയിൻ വഴി പോവാം, ബൈ ട്രെയിൻ. അപ്പം ഇങ്ങനെ നമുക്ക് കുറേ അധികം പോസിബിൾ വേ ഓഫ് ട്രാവലിംഗ് നമുക്കുണ്ട് അല്ലേ, എയിൽ നിന്ന് ബിയിലെത്താൻ. അപ്പോൾ നമുക്കിവിടെ ഏതൊക്കെ റോഡുണ്ട്, ഏതൊക്കെ വേസ് ഉണ്ട്, 1, 2, 3. ഓക്കെ, ടോട്ടൽ 3 വേസ് ഉണ്ട് ബിയിലോട്ട് എത്താൻ വേണ്ടി. ഇനി ബിയിൽ നിന്ന് സിയിലോട്ട് എനിക്ക് പോകണം. ബിയിൽ നിന്ന് സിയിലോട്ട് പോകാൻ 2 വേ ഉള്ളതെന്ന് വെച്ചോ, 2 വഴിയുണ്ട് ബിയിൽ നിന്ന് സിയിലോട്ട് എത്താൻ. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, എയിൽ നിന്ന് സിയിലോട്ടാണ് നമുക്ക് എത്തേണ്ടത്. എ ആണ് നമ്മുടെ സോഴ്സ്, സി ആണ് ഡെസ്റ്റിനേഷൻ. എയിൽ നിന്ന് സിയിലേക്ക് എത്താൻ ടോട്ടൽ എത്ര വേസ് പോസിബിൾ ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 3 വേസ് പോസിബിൾ ആണ്, ഇവിടെ നമുക്ക് 2 വേസ് പോസിബിൾ ആണ്. അപ്പോൾ ടോട്ടൽ നമുക്ക് 3 × 2 = 6 വേസ് ആണ് പോസിബിൾ. അപ്പോൾ ഈ ഒരു ടൈപ്പ് പ്രോബ്ലംസ് ആണ് നമ്മളെ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷനകത്ത് വരുന്നത്. അപ്പോൾ ഇതൊന്ന് നോക്കിയിരിക്കാം. പിന്നെ വരുന്നത് ഫാക്ടോറിയൽ ആണ്. ഫാക്ടോറിയൽ അറിയാമല്ലോ, ഇപ്പോൾ 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ എഴുതും, 5 × 4 × 3, 2, 1. ഓക്കെ, 5 തൊട്ട് 1 വരെ മൾട്ടിപ്ലൈ ചെയ്യും, അതാണ് 5 ഫാക്ടോറിയൽ. അതുപോലെ ഏതൊരു നമ്പറിൻ്റെ ഫാക്ടോറിയൽ, അപ്പം ഒരു 6 ഫാക്ടോറിയൽ ആകുമ്പോൾ നമുക്ക് എന്ത് എഴുതാം, 6 × 5 × 4 × 3 × 2 × 1 എന്ന് എഴുതാം. ഇതിനെ നമുക്ക് ഇതെന്താണ് നമ്മുടെ 5 ഫാക്ടോറിയൽ അല്ലേ, അപ്പോൾ ഇത് നമുക്ക് 6 × 5 ഫാക്ടോറിയൽ എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിമ്പിൾ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ പ്രോബ്ലം ലെങ്തി ആവാതെ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇതൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് ഓർത്തിരിക്കുക. പിന്നെ വരുന്നത് പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സിനെയാണ് നമ്മൾ പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പെർമ്യൂട്ടേഷൻ കാണാനുള്ള ഇക്വേഷൻ ഇതാണ്, NPR = n ഫാക്ടോറിയൽ ബൈ n - r ഫാക്ടോറിയൽ. ഫോർമുല പഠിക്കുക, ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കണ്ടോ, ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു വേർഡ് ഞാൻ എഴുതി, ഇതിനകത്ത് എത്ര വേസ് ഓഫ് അറേഞ്ച്മെൻറ്റ്സ് പോസിബിൾ ആണ് എന്നുള്ള ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ഇവിടെ നമുക്ക് ലെറ്റേഴ്സ് ഒന്നും റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ല, വരാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് നമുക്ക് എന്ത് എഴുതാം, 1, 2, 3, 4, 5, 6, 7 ലെറ്റേഴ്സ് ഉണ്ട്, 7 ഫാക്ടോറിയൽ വേസ് ഓഫ് അറേഞ്ച്മെൻറ്റ്സ് പോസിബിൾ ആണ്. ഇനി റിപ്പീറ്റ് ചെയ്ത് വരുന്ന കേസുണ്ട്. റിപ്പീറ്റ് ചെയ്ത് വരുന്ന കേസ് ആവുമ്പോൾ എക്സാമ്പിൾ ഇന്ത്യ എന്ന് ഞാൻ എഴുതി, ഇവിടെ ഐ നമുക്ക് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് അല്ലേ.
അപ്പോൾ ടോട്ടൽ അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ 1 2 3 4 5 ഫാക്ടോറിയൽ. റിപ്പീറ്റ് ചെയ്ത് വരുന്ന കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ലെറ്റേഴ്സ് കൂടെ നമ്മൾ ഡിവൈഡ് ചെയ്യണം. 5 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് എല്ലാം നമ്മൾ ഈ ഒരു സെക്ഷനിൽ നിന്ന് നോക്കേണ്ട അത്യാവശ്യമാണ്. പിന്നെ വരുന്നത് കോമ്പിനേഷൻ ആണ്. കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് സെലക്ഷൻ ആണ് ബേസ് ചെയ്തിട്ടാണ് കോമ്പിനേഷൻ വരിക, സെലക്ഷൻ. ഓക്കെ, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്, 5 അല്ലെ ഒരു ഗ്രൂപ്പ് ഓഫ് 5 പീപ്പിൾ ഉണ്ട്. അതിൽ നമുക്ക് സെലക്ട് ചെയ്യണം, ഇത്ര ആൾക്കാരെ സെലക്ട് ചെയ്യണം. 5 ആൾക്കാരിൽ നിന്ന് നമുക്ക് 3 പേരെ സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് എഴുതും? 5 പേരുണ്ട്, അതിൽ നമുക്ക് എത്ര പേരെ സെലക്ട് ചെയ്യണം? 3 പേരെ സെലക്ട് ചെയ്യണം. 5C3. ഓക്കെ, ഈ ഒരു സെലക്ഷനെ ബേസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഫോർമുല ഇതാണ്: NCR is equal to n factorial by r factorial into n minus r factorial. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നമ്മളൊന്ന് നോക്കണം. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നിന്ന്, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മൾ നോക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നോക്കാം, പിന്നെ അറേഞ്ച്മെൻറ്റ്സും സെലക്ഷനും. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ബൈനോമിയൽ തിയറാണ്. ഓക്കെ, ബൈനോമിയൽ തിയറത്തിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ്, ഈ എഴുതിയിരിക്കുന്ന ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. ഫസ്റ്റ്, a+b ദ ഹോൾ റൈസ് ടു എന്നിൻ്റെ ജനറൽ എക്സ്പാൻഷൻ എങ്ങനെ വരും? NC0 a റൈസ് ടു n പ്ലസ് NC1 a റൈസ് ടു n മൈനസ് 1 ഇൻറ്റു b പ്ലസ് NC2 a റൈസ് ടു n മൈനസ് 2 ഇൻറ്റു b സ്ക്വയർ പ്ലസ് എക്സെട്ര പോയി ലാസ്റ്റ് ഏത് വരും? NCn b റൈസ് ടു n വരെ വരും. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, എയുടെ പവർ ഉണ്ടോ? എയുടെ പവർ ഹയസ്റ്റ് പവറിൽ നിന്നും ഡിക്രീസായി 0th പവർ വരെ പോകുന്നു. ബിയുടെ പവർ ആണെങ്കിലോ നേരെ തിരിച്ച്, ബിയുടെ പവർ ഇവിടെ 0 ആയിരുന്നു, ഇവിടെ 1, ഇവിടെ 2, അങ്ങനെ ഇൻക്രീസ് ചെയ്താണ് ബിയുടെ പവർ പോകുന്നത്. ഓക്കെ, ഇനി a-b എന്നാണ് നമ്മുടെ എക്സ്പാൻഷൻ. a-b ദ ഹോൾ റൈസ് ടു എന്നിൻ്റെ എക്സ്പാൻഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ വരും? ഇതേ സെയിം എക്സ്പാൻഷൻ തന്നെയാണ്. ഇവിടെ സൈൻ കണ്ടോ? സൈൻ മാത്രം ഓൾട്ടർനേറ്റീവ് മൈനസ് പ്ലസ് അങ്ങനെ പോകും. അതേ ഉള്ളൂ ഇവിടുത്തെ ഡിഫറൻസ് എന്ന് പറയാം. പിന്നെ നമ്മൾ ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a+b ദ ഹോൾ റൈസ് ടു n നമ്മൾ എഴുതിയല്ലോ, a+b ദ ഹോൾ റൈസ് ടു n. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ a+b ദ ഹോൾ സ്ക്വയർ, ഇതിൻ്റെ എക്സ്പാൻഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, നമുക്ക് എല്ലാവർക്കും ബൈ ഹാർട്ട് ചെയ്തിട്ടുള്ള ഒരു എക്സ്പാൻഷനാണ്. a² പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ ആണല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയേ, എന്നിൻ്റെ വാല്യൂ 2 വന്നപ്പോൾ ഇവിടെ എക്സ്പാൻഷനിൽ എത്ര ടേംസ് ഉണ്ട്? 1 2 3 ടേംസ്, അതായത് 2 + 1 ടേംസ്, അതായത് 3 ടേംസ് എക്സ്പാൻഷനിൽ വന്നു. ഇനി a+b ദ ഹോൾ ക്യൂബ് നോക്കിക്കേ, അപ്പോൾ ഇവിടെ എത്ര ടേംസ് വരും? 3 + 1 4 ടേംസ് വരണം. a³ പ്ലസ് 3a² പ്ലസ് 3ab² പ്ലസ് b³ കണ്ടോ, 4 ടേംസ് വന്നു. അപ്പോൾ ആ ഒരു കാര്യം, അതായത് a+b ദ ഹോൾ റൈസ് ടു n ആണെങ്കിൽ ഇവിടെ എത്ര നമ്പർ ഓഫ് ടേംസ് വരും? n+1 നമ്പർ ഓഫ് ടേംസ് ഉണ്ടാവും. പിന്നെ കാണേണ്ടത് ജനറൽ ടേം കാണാൻ, അല്ലെങ്കിൽ nth ടേം കാണാൻ ഉള്ള ഇക്വേഷൻ പഠിച്ചിരിക്കുക. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. TR+1 = NCR × a റൈസ് ടു n മൈനസ് r × b റൈസ് ടു r. അപ്പോൾ അതായത് ഇപ്പം ഒരു എക്സ്പാൻഷൻ തന്നിട്ട് അതിൽ x റൈസ് ടു 6ൻ്റെ കോഎഫിഷ്യൻറ്റിനെ കാണുക. ഓക്കെ, x റൈസ് ടു 6ൻ്റെ കോഎഫിഷ്യൻ്റ് എത്ര, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഈ ജനറൽ ടേമിൻ്റെ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് മിഡിൽ ടേം കാണാൻ എന്ത് ചെയ്യണം? n is even and n is odd, 2 കണ്ടീഷൻ നമ്മൾ പഠിക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു n ഈവൻ ആണെങ്കിൽ അതിനകത്ത്, അതായത് n 2 ആയപ്പോൾ നമുക്കിവിടെ 3 ടേംസ് വന്നു. അപ്പോൾ ഇവിടെ n ഈവൻ ആണെങ്കിൽ എക്സ്പാൻഷനിൽ എത്ര ടേംസ് വരും? ഓഡ് നമ്പർ ഓഫ് ടേംസ് വരും. അത് n+1 എന്ന് പറയുന്നത് ഓഡ് ആയിരിക്കില്ല, ഓഡ് നമ്പർ ഓഫ് ടേംസ് വരും. അങ്ങനെയെങ്കിൽ മിഡിൽ ടേം എന്ന് പറയുന്നത് ഇതായിരിക്കും, n/2 + 1. n/2 + 1th ടേം ആയിരിക്കും മിഡിൽ ടേം. ഓക്കെ, n ഓഡ് ആണെങ്കിൽ n+1 എക്സ്പാൻഷനിൽ ടേംസ് കാണും. n+1 എന്ന് പറഞ്ഞാൽ ഈവൻ ആണ്, അപ്പോൾ അതിൻ്റെ മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ n+1/2 ടേമും n+1/2 + 1, ഈ 2 ടേംസ് വരും മിഡിൽ ടേം ആയിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ബൈനോമിയൽ തിയറം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിരിക്കേണ്ട പോർഷൻസ്. നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് സീക്വൻസ് ആൻഡ് സീരീസ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് സീക്വൻസും സീരീസിനകത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട 2 എണ്ണം അരിത്തമെറ്റിക് സീക്വൻസും ജിയോമെട്രിക് സീക്വൻസാണ്. അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അതിനെല്ലാത്തിനും ആ ടേംസിന് എല്ലാത്തിനും ഒരു കോമൺ ഡിഫറൻസ് ആണ്. ആ പർട്ടിക്കുലർ കോമൺ ഡിഫറൻസ് വെച്ചിട്ടായിരിക്കും ആ എലമെൻറ്റ്സ് ആഡ് ചെയ്ത് പോകുന്ന ആ ഒരു പാറ്റേൺ ആയിരിക്കും ഇത് ഫോളോ ചെയ്യുന്നത്. ആ ഒരു ടൈപ്പാണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. ജിയോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും?
മൾട്ടിപ്ലൈ ചെയ്ത് പോവുകയാണ് അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ ആ കോമൺ ടേമിന് കോമൺ റേഷ്യോ എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എ പ്ലസ് ഇങ്ങനെയായിരിക്കും പോവുക, എ പ്ലസ് ഡി, എ പ്ലസ് 2d, എ പ്ലസ് 3d, ഇങ്ങനെ പോകും. ജോമെട്രി പ്രോഗ്രഷൻ ആണെങ്കിലോ എ ആർ, നമ്മുടെ ആറാണ് ഇവിടുത്തെ കോമൺ റേഷ്യോ, എ ആർ സ്ക്വയർ, എ ആർ ക്യൂബ്, ഇങ്ങനെ പോകുന്നു. ഓക്കെ, അപ്പോൾ എ പിയുടെ nth ടേം കാണാനുള്ള ഇക്വേഷൻ പഠിക്കുക, എ പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ആണ്. അതുപോലെ സം ഓഫ് n ടേംസ് കാണാനുള്ള ഇക്വേഷൻ പഠിക്കുക, n/2 ഇൻറ്റു എ പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ആണ്. അതുപോലെ ജോമെട്രി പ്രോഗ്രഷൻ്റെ ജനറൽ ടേം എന്ന് പറയുന്നത് ഇവിടെ തന്നെ ഉണ്ട്, എ ആർ റൈസ് ടു n മൈനസ് 1 ആണ് ഇതിൻ്റെ ജനറൽ ടേം എന്ന് പറയുന്നത്. സം ഓഫ് n ടേംസ് കാണാൻ എന്ത് ചെയ്യണം, എ ഇൻറ്റു 1 മൈനസ് ആർ റൈസ് ടു n ബൈ 1 മൈനസ് ആർ. അപ്പോൾ ഈ ഇക്വേഷൻസ് എല്ലാം ഇതിനകത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കണം. അരിത്തമെറ്റിക് മീൻ ആണ് അടുത്ത സംഭവം. അതെന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് മീൻ കാണാൻ എന്ത് ചെയ്യണം, രണ്ട് നമ്പേഴ്സ് എന്നിട്ട് അതിൻ്റെ അരിത്തമെറ്റിക് മീൻ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ എയും ബിയും കൂടെ ആഡ് ചെയ്തിട്ട് അതിനെ എത്രയാണോ നമ്പേഴ്സ്, ഇവിടെ 2 നമ്പർ ഉള്ളതുകൊണ്ട് നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 3 നമ്പർ ഉണ്ടായിരുന്നെങ്കിലോ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും, എ പ്ലസ് ബി പ്ലസ് സി ഡിവൈഡഡ് ബൈ 3 എന്ന് ചെയ്യും. ജോമെട്രിക് മീൻ ആണെങ്കിലോ റൂട്ട് എ ബി. അപ്പോൾ ഇത്രയും ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് നമ്മൾ ഈ സീക്വൻസ് ആൻഡ് സീരീസ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും നമുക്ക് എക്സാമിന് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻസ് ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് സ്ട്രെയിറ്റ് ലൈൻസിൻ്റെ ഇക്വേഷൻ പഠിക്കണം, പിന്നെ സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം, നോർമൽ ഫോം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ആ ഒരു സെക്ഷനിൽ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ പഠിക്കുക, പിന്നെ പറഞ്ഞു നമ്മൾ ഇക്വേഷൻ ഓഫ് ലൈൻ പറഞ്ഞു, പിന്നെ നമ്മൾ കൊളീനിയാരിറ്റി ചെക്ക് ചെയ്യാനുള്ള പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ഇത്രയാണ് നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മസ്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ കോണിക് സെക്ഷനാണ്. കോണിക് സെക്ഷനകത്ത് നമുക്ക് 4 കോണിക് സെക്ഷൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. സർക്കിൾ വരുന്നുണ്ട്. സർക്കിളിൻ്റെ ഇക്വേഷൻസ് 2 ഇക്വേഷൻസ്, ജനറൽ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് 2 ഇക്വേഷൻസ് പറയുന്നുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. ആ 2 ഇക്വേഷനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നമ്മളൊന്ന് നോക്കിയിരിക്കണം. പിന്നെ പാരബോള എന്ന് പറയുമ്പോൾ y സ്ക്വയർ ഈക്വൽ ടു 4ax ആണ് നമ്മുടെ സ്റ്റാൻഡേർഡ് പാരബോള. പക്ഷേ 4 ടൈപ്പ് പാരബോള, ലെഫ്റ്റ്, റൈറ്റ്, അപ്വേർഡ്, ഡൗൺവേർഡ്, ഇങ്ങനെയുള്ള 4 ടൈപ്പ് പാരബോളയുടെ ഇക്വേഷൻസ് വരുന്ന കേസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ഇക്വേഷൻസ് പഠിക്കുക, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ബാക്കി കാര്യങ്ങൾ, ഫോക്കസ്, വെർട്ടിസസ്, പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള അതിനെ സംബന്ധിച്ചിട്ടുള്ള ബാക്കി കാര്യങ്ങൾ കൂടെ പഠിക്കുക. എലിപ്സിൻ്റെ ഇക്വേഷൻ 2 ടൈപ്പ് എലിപ്സ് നമ്മൾ പഠിച്ചു അല്ലേ, 2, ഒന്ന് ഹൊറിസോണ്ടൽ എലിപ്സും വേർട്ടിക്കൽ എലിപ്സും. അപ്പോൾ അത് 2 ഇക്വേഷൻസ് ഉണ്ട്, x സ്ക്വയർ ബൈ a സ്ക്വയർ പ്ലസ് y സ്ക്വയർ ബൈ b സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. ഇതാണ് എലിപ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. എലിപ്സിനെ സംബന്ധിക്കുന്ന മൈനർ ആക്സിസിൻ്റെ ലെങ്ത്, മേജർ ആക്സിസിൻ്റെ ലെങ്ത്, എക്സെൻട്രിസിറ്റി, ലാറ്റസ് റെക്റ്റം, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അതിൻ്റെയൊക്കെ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളിലൂടെ നമ്മൾ എഴുതി തന്നെ പഠിക്കുക, ഓരോന്നിനും സെപ്പറേറ്റ് ആണ്, എഴുതി തന്നെ പഠിക്കുക. ഹൈപ്പർബോള, അതുപോലെ ഹൈപ്പർബോളയുടെ ഇക്വേഷൻ ഇവിടെ എന്താ വരും, മൈനസ് വരും, എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. ഓക്കെ, ഇതാണ് നമ്മുടെ ഹൈപ്പർബോളയുടെ ഇക്വേഷൻ. അപ്പോൾ ഹൈപ്പർബോളയ്ക്ക് ഇതുപോലെ തന്നെ നമ്മുടെ ലെങ്ത് ഓഫ് മേജർ ആക്സിസ്, ലെങ്ത് ഓഫ് മൈനർ ആക്സിസ്, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം, എക്സെൻട്രിസിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ ഉണ്ട്. അപ്പോൾ ആ ഇക്വേഷൻസ് കൂടെ ഒന്ന് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്ത് വരുന്നതെന്ന് പറയുമ്പോൾ ഇൻട്രൊഡക്ഷൻ ടു 3 ഡയമെൻഷണൽ ജോമെട്രി ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ബേസിക്കായിട്ട് നമ്മളൊരു പോയിന്റിനെ എങ്ങനെ സ്പേസിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും, അതിൻ്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് വരിക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്. അപ്പോൾ അവിടെ നമ്മളൊരു ഫോർമുല പഠിക്കുന്നുണ്ട്, സ്പേസിലുള്ള 2 പോയിന്റ് ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കും അല്ലേ. ഇത് x1, y1 ആണെന്ന് വയ്ക്കുക. ഇത് x2, y2 ആണെങ്കിൽ ഡിസ്റ്റൻസ് ഫോർമുല എന്തായിരുന്നു, റൂട്ട് ഓഫ് x1 മൈനസ് x2 ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ദ ഹോൾ സ്ക്വയർ. ഇപ്പോൾ ഈ ഡിസ്റ്റൻസ് ഫോർമുല ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ സെക്ഷൻ ഫോർമുല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ 3 ഡയമെൻഷണൽ ജോമെട്രിക്കകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും നമുക്ക് എക്സാമിന് വരുന്നത്. നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് ആണ്. ലിമിറ്റ്സ് ഓൺ ഡെറിവേറ്റീവ്സിനകത്ത് ഫംഗ്ഷൻസ് തന്നിട്ട് അതിൻ്റെ ലിമിറ്റ്സ് കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കും. അതിൽ പ്രധാനമായിട്ടും നമുക്ക് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കുന്ന ആ ഒരു മെത്തേഡ്സ് പറഞ്ഞിട്ടുള്ളത്, അത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ, അതായത്
എന്താണ് റേഞ്ച്, എന്താണ് മീൻ ഡീവിയേഷൻ, എന്താണ് വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ ഇതൊക്കെ കണ്ടുപിടിക്കാനുള്ള ഫോർമുല കൃത്യമായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ഫോളോ ചെയ്ത് അത് പഠിക്കുക. ഓക്കെ, അതിൻ്റെ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇത്രയും ആണ് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് പ്രോബബിലിറ്റി. അപ്പോൾ പ്രോബബിലിറ്റിക്കകത്ത് റാൻഡം എക്സ്പെരിമെൻറ്റ്സും ഈവൻസും പറയുന്നുണ്ട്. ഈവൻസ്. ഓക്കെ, അപ്പോൾ റാൻഡം എക്സ്പെരിമെൻറ്റ്സ് നമ്മളിപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യുന്ന കേസ് അല്ലെങ്കിൽ ഒരു ഡൈസ് റോൾ ചെയ്യുന്ന കേസ്. ഓക്കെ, കാർഡ് ഷഫിൾഡ് ആയിട്ടുള്ള കാർഡ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് ഉണ്ട്. പിന്നെ നമ്മളെന്താ ഒരു ബാഗിനകത്ത് ഫുള്ള് റെഡ് ബോൾസും ബ്ലൂ ബോൾസും മിക്സ് ചെയ്തിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ബോൾ എടുത്താൽ അത് റെഡ് ആവാനുള്ള പ്രോബബിലിറ്റി അല്ലെങ്കിൽ ബ്ലൂ ആവാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് റാൻഡം എക്സ്പെരിമെൻറ്റ്സിനകത്ത് നിന്ന് നമുക്ക് ചോദിക്കാം. ഓക്കെ, പിന്നെ വരുന്നത് ഈ ഈവൻസ് ആണ്. ഈവൻസ് എന്ന് പറയുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ ഈ എടുക്കുന്ന ആ ഒരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു ബോൾ എടുക്കുന്നത് അതിന് നമുക്കൊരു ഈവൻ്റ് എന്ന് പറയാം. ഓക്കെ, പിന്നെ ഒരു ഡൈസ് റോൾ ചെയ്യുമ്പം പിന്നെ ഡൈസിനകത്ത് നമുക്ക് എത്ര ഔട്ട്കംസ് ഉണ്ട്? സാമ്പിൾ സ്പേസ് അതറിയാമല്ലോ. സാമ്പിൾ സ്പേസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് പോസിബിൾ ഒരു കോയിനാണ് ടോസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് എച്ച്, ഹെഡും ടെയിലും. ഇതല്ലാതെ വേറൊരു പോസിബിലിറ്റി ഇല്ല. അപ്പോൾ ഇതാണ് പോസിബിൾ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് ഡൈസ് റോൾ ചെയ്യുമ്പോഴാണെങ്കിലോ 1, 2, 3, 4, 5, 6 ഇത്രയും 6 നമ്പേഴ്സാണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഈ കോയിൻ ടോസ് ചെയ്യുന്നതും ഡൈസ് റോൾ ചെയ്യുന്നത് ഈ ഒരു ബാഗിനകത്ത് ഡിഫറെൻറ്റ് കളേഴ്സ് ബോൾസിൻ്റെ ആ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് നോക്കുക. പിന്നെ കാർഡിൻ്റെ കേസ് ഷഫിൾഡ് പാക്ക് ഓഫ് 52 കാർഡ്സ് ഉണ്ടല്ലോ. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് വരുന്ന പ്രോബ്ലംസും കൂടെ ഈ ഒരു പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ കേസിൽ നമ്മൾ നോക്കിയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്ട്രാറ്റജിയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ഉറപ്പായിട്ടും നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.